ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് 2019 നമ്മുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ഫ്രം 3, 4. 3, 4 എന്ന ബിന്ദുവിൽ നിന്നും 4 യൂണിറ്റ് അകലെയുള്ള എക്സ് അക്ഷത്തിലെ ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 യൂണിറ്റ് ഫ്രം 3, 4. 3, 4 നിന്നും 5 യൂണിറ്റ് അകലെ എക്സ് അക്ഷത്തിലെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. അപ്പോൾ നോക്കിയേ, അത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിൻ്റാണ് 3, 4. എക്സിൽ 3ഉം വൈയിൽ 4ഉം. ഇതാ ഇവിടെ എക്സ്, ഇവിടെ 3 ആയിരിക്കും വരിക കോർഡിനേറ്റ്, ഇവിടെ നിന്നിട്ട് 4. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3, 4 നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് ഇതല്ലേ ഈ ലെങ്ത്ത്, അത് ആ വൈ ആക്സിസിന് സെയിം അല്ലേ വരിക. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. കണ്ടോ, 3, 0. ഡിസ്റ്റൻസ് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്, പോയിൻ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാ 4 യൂണിറ്റ് അകലെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അത് എക്സ് ആക്സിസിലുള്ള പോയിൻ്റാണ്. ഓക്കെ, 3, 4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 4 യൂണിറ്റ് അകലെ എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് ഏതാണ്? 3, 0 ആണ്. ഓക്കെ, 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ് എത്രയായിരിക്കും? 3, 0. ഇനി ഞാനൊരു ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ 3, 0 വരും. ഇനി ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ, ഈ താഴെയുള്ളത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിൽ 3, 4 നിന്നും 5 യൂണിറ്റ് ആകല. അപ്പോൾ 3, 4 നിന്ന് 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് കുറച്ച് നീളും അല്ലേ. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ 4 യൂണിറ്റ് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ അടിക്ക് പോകും. 4 യൂണിറ്റാണ് എക്സ് ആക്സിസ് വരെയുള്ള പോയിന്റ്. അപ്പോൾ 4ൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എക്സ് ആക്സിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കൊടുത്തു. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് 5 യൂണിറ്റ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് 5 യൂണിറ്റ് അകലെയാണ്. അതായത് 3, 4 നിന്ന് 3, 0 അകലം 4 ആണ്. ഇത് 5 യൂണിറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോർഡിനേറ്റ് എഴുതാം. നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. 3, 4, 5 ആണ് നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് വരുന്നത്. 3, 4, 5 ഈ പോയിന്റുകളാണ് പൈതഗോറസ് തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 4, 5 അവിടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി 5 ആണ് ഹൈപ്പോട്ടനസിലും കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി 3 ആയിരിക്കും വരിക. എങ്കിലും നമ്മൾ പൈതഗോറസ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. a² + b² = h². a4ൻ്റെ സ്ക്വയർ പ്ലസ് ബി ആണ് കാണേണ്ടത്, പ്ലസ് ഹൈപ്പോട്ടനസ് ഇവിടെയാണ് 90 ഡിഗ്രി വരിക. അതിൻ്റെ ഓപ്പോസിറ്റ് 5. 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെത് 25 ആണ്. 16നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ 25 - 16 9 കിട്ടും. ദെൻ b = √9 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നീളം 3, ഇവിടെ 3. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 യൂണിറ്റ് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒറിജിനായി 0, 0. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 യൂണിറ്റ് വീണ്ടും മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാലോ 6, 0 ആവും. കണ്ടോ, 0, 0, 6, 0. അപ്പോൾ എക്സ് ആക്സിസിൽ 5 യൂണിറ്റ് അകലെയുള്ള പോയിന്റ് ഏതാണ്? 6, 0. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. 4 - x1 - x2 അല്ലേ. 6 - 3 3ൻ്റെ സ്ക്വയർ 9 ആണ്. 0 - 4 -4ൻ്റെ സ്ക്വയർ 16, 16 9 കൂട്ടി 25 √25 5. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ചോദ്യം, 3, 4 നിന്ന് 4 യൂണിറ്റ് അകലെ എക്സ് ആക്സിസിലുള്ള ഒരു ബിന്ദു. അപ്പോൾ 4 യൂണിറ്റ് നോക്കുമ്പോൾ എക്സ് ആക്സിസിൽ നിന്നും അത് എക്സ് ആക്സിസിലായിരിക്കും കിടക്കുക. കാരണം 0യിൽ നിന്നും 4 വരെയുള്ള അകലാണുള്ളത്. അപ്പോൾ അത് കറക്റ്റ് എക്സ് ആക്സിസിൽ നിന്ന് 4 യൂണിറ്റ് അകലെയാണ് അത് വരുന്നത്. അപ്പോൾ 3, 0 എന്ന് കിട്ടും. അവിടുന്ന് ഒരു 5 യൂണിറ്റ് കാണാൻ നമ്മളൊരു ട്രയാങ്കിൾ പോലെ വരച്ചു. അതിനുശേഷം ബേസ് കണ്ടുപിടിച്ചു. അപ്പോൾ പോയിന്റുകൾ കിട്ടി. 1, 6, 0, 1, 0, 0. ഓക്കെ അല്ലേ? ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് 1, 1, 7, 1. സൂചക അക്ഷങ്ങൾ വരച്ച് A11 B71 പോയിന്റുകൾ അടയാളപ്പെടുത്തുക.
ഡ്രോ ആൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് എ ബി സി വിത്ത് എ ബി എസ് ഹൈപ്പോട്ടനസ്. എ ബി കർണമായി എ ബി സി എന്ന സമപാർശ്വ മട്ട ത്രികോണം വരക്കുക. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സി. സിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 1, 1, 7, 1 മാർക്ക് ചെയ്യാം. ഞാനിവിടെ ജിയോജിബ്രയിലാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ടൊരു ലൈനും വരയ്ക്കുക, വെർട്ടിക്കലായിട്ടൊരു ലൈനും വരയ്ക്കുക. കറക്റ്റ് ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് 1, 1 എക്സിൽ 1, എക്സിൽ 1, വൈയിലും 1, ഇതാ ഇവിടെ വരും എ. പിന്നെയോ എക്സിൽ 7, വൈയിലും 7, സോറി എക്സിൽ 7 വൈയിൽ 1 കേട്ടോ. ഇവിടെ ആംഗിളുകളൊക്കെ എടുത്ത് ഞാൻ വരക്കുന്നുണ്ട്. വരച്ച് കേട്ടെ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് 45 എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഐസോസിലസ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ വരുമ്പോൾ ഒന്ന് 90 ആണെന്നുണ്ടെങ്കിൽ മറ്റേ രണ്ട് കോൺ എത്രയാണ്? 45 വരിക. ഓക്കെ ഓക്കെ, ആദ്യം 1, 1 നമ്മൾ മാർക്ക് ചെയ്തു. എക്സ് എന്ന് 1, വൈ എന്ന് 1. അതിനുശേഷം 7, 1 എക്സ് എന്ന് 7, വൈ എന്ന് 1. ഓക്കെ, ആദ്യം നമ്മളോട് ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ നമ്മളോട് പറഞ്ഞത് ഡ്രോ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്, എ ബി സി വിത്ത് എ ബി എസ് ഹൈപ്പോട്ടനസ്. എ ബി ഹൈപ്പോട്ടനസ് ആയിട്ട്, അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് ആണ് 90 ഡിഗ്രി വരിക എന്നുള്ളത് മനസ്സിലായി. ഹൈപ്പോട്ടന ഓപ്പോസിറ്റ് ആണല്ലോ 90 ഡിഗ്രി വരിക. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് ആണ് 90 ഡിഗ്രി വരിക. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത്. അപ്പോൾ ഐസോസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് കോൺ ഈക്വലാണ്. രണ്ട് കോൺ എന്താണ്? ഈക്വലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കോണ് 90 ആണ്. ഒരു കോൺ എത്രയാണ്? 90 ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഒരു കോണ് 90 ആണ്. ഇനി ബാക്കിയുള്ള രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 90 ആണ്. അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 വരും. അപ്പോൾ എയുടെ അവിടെ ഒരു 45 ഡിഗ്രി വരക്കുക. കറക്റ്റ് പൊട്ടാട്ടർ എടുക്കുക. എയുടെ അവിടെ നിന്ന് ഒരു 45 ഡിഗ്രി വരക്കുക. ബിയുടെ അവിടെ നിന്ന് ഒരു 45 ഡിഗ്രി വരക്കുക. ഈ രണ്ട് പോയിന്റുകൾ, ഈ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിന് സി എന്ന് പേരും കൊടുക്കുക. ആ സി 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ രണ്ടിടത്തും 45 എന്നും വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളുടെ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആവും. ഇനി റൈറ്റ് കോർഡിനേറ്റ് ഓഫ് സി. സിയുടെ സൂചകസംഖ്യകൾ എഴുതാനാണ്. അപ്പോൾ ആ സിയിൽ നിന്ന് നേരെ താഴോട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ 45 ആണല്ലോ, ഇവിടെ 90 ആണ്, ഇവിടെ 45 ആണ്. നമ്മൾ ആ സിയുടെ സൂചകസംഖ്യ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കിയേ, എ 1, 1 ആണ്, ഇത് 7, 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടിയിട്ട് നേരെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡി കിട്ടും. ഇതാ 45 ഐസോസിലസ് ആകുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ് അല്ലേ? വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം 7 നിന്ന് 1 പോയ 6 ആണ്. അതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുമ്പോൾ 3, 3 എന്ന് വരും. ഇവിടെ 45, 90. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മുകളിൽ എത്രയാവും? 45 ആവും. 45-ന് ഓപ്പോസിറ്റ് 3 ആണെന്നുണ്ടെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് എന്ത് തന്നെ? 3. അപ്പോൾ ഇവിടുത്തെ എക്സ് 3 ആണ്. നേരെ മുകളിലേക്ക് വൈ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3, 3 എന്ന് വരും. അതാ ഒരു സോറി കേട്ടോ, 3, 3 അല്ല, 3, 4 വരും. എങ്ങനെയാണ് 3, 4 വന്നത് മനസ്സിലായോ? ഓക്കെ, ഇത് ഒരു യൂണിറ്റ് മുകളിലാണ് കിടക്കുന്നത്. 1, 1-ലാണ് കിടക്കുന്നത്. ഇതും 7, 1-ലാണ് കിടക്കുന്നത്. 0-ലല്ല കിടക്കുന്നത്. ഇത് 3 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ മൊത്തം കോർഡിനേറ്റ് ചെയ്തുമ്പോൾ ഇത് നേരെ വരുമ്പോൾ എത്ര വരിക? 4 ആണ് വരിക. 3, 3 അല്ല വരിക, 3, 4 വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. ടോട്ടൽ ലെങ്ത് 6 ആണ്. 1-ന്ന് 7-ക്ക് 6 ആണ്. അതിനെ കട്ട് ചെയ്യുമ്പോൾ 3, 3 എന്ന് വരും. 45, 45, 90 എന്ന് എങ്ങനെ മനസ്സിലായല്ലോ? ഇത് 90. ഈ ആംഗിൾ നമ്മൾ 45 എടുത്തിട്ടാണ് വരച്ചത്. അപ്പം മുകളിലും 45 വരും. കാരണം 180 കിട്ടണമല്ലോ. ഈ 45-ന് ഓപ്പോസിറ്റ് 3 ആണെന്നുണ്ടെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് എന്താണ്? 3 ആണ്. ഇനി കോർഡിനേറ്റ് ചെയ്തുമ്പോൾ എക്സ് കോർഡിനേറ്റ് നേരെ താഴോട്ട്, ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം അത് 3 ആണ്. വൈ കോർഡിനേറ്റ് സി ഡിയുടെ നീളം 3 ആണ്. ഇവിടെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്. ഇത് 1-ന്നാണ് സിയിലോട്ട് പോകുന്നത് കേട്ടോ. എ ബി കിടക്കുന്നത് 1-ലാണ്. വൈ കോർഡിനേറ്റ് 1 ആയിട്ടാണ്. അപ്പോൾ താഴത്തേക്ക് ഒരു യൂണിറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുമ്പോൾ 3, 3 അല്ല വരിക. എത്ര വരിക? 3,
4 വരിക. ഓക്കെ, എത്ര വരിക? 3 4 വരിക. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് കിട്ടിയ എത്രയാ? 3 4. എക്സിൽ 3 വൈയിൽ 4. വൈയിൽ 4 വന്ന് എങ്ങനെ മനസ്സിലായല്ലോ? ഇവിടം തൊട്ട് സി ഡി എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. അത് 1 യൂണിറ്റ് കൂടി താഴത്തേക്ക് ഉണ്ട് എക്സ് ആക്സിസിലോട്ട് എത്താൻ. അപ്പോൾ മൊത്തം 4 യൂണിറ്റ് വരും. കാരണം എയും ബിയും കിടക്കുന്ന വൈ കോർഡിനേറ്റ് 1 അപ്പോൾ കുറച്ചും കൂടി 1 യൂണിറ്റ് കൂടി താഴത്തേക്ക് വരണ്ടേ? 0 എന്നല്ലേ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 3 4 വരും സിയുടെ കോർഡിനേറ്റ്. ഓക്കെ, 3 3 എന്നല്ല 3 4 കേട്ടോ, 3 4. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2019 കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.